ഹലോ എവ്രി വൺ. ഐ+ൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കേരള സെറ്റ് ജാനുവരി 2026 ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ ആദ്യത്തെ 60 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നും ഈ വീഡിയോയിൽ 15 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 61st ക്വസ്റ്റ്യൻ. The average of the function f of x is equal to sin x in the interval 0 pi s. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞുതരാം. എ കോമ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഒരു ഫംഗ്ഷൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇൻ്റഗ്രൽ 1 ആ ഇൻ്റഗ്രലിൻ്റെ ഡിഫറൻസ് 1/b മൈനസ് എ ഇൻ്റഗ്രൽ a to b f of x dx. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, നമ്മളോട് ഇനി അവർ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. അതായത് സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. ഏതാ ഇൻ്റർവെൽ എന്ന് അറിയാമോ? 0 to pi എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ. സോ ആവറേജ് ഓഫ് സൈൻ എക്സ് ഇൻ ഇൻ്റർവെൽ 0, pi എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുക. 1/b മൈനസ് എ. ഇതിനെ ബി എന്നും ഇതിനെ എ എന്നും എടുക്കാം. ബി മൈനസ് എ എന്ന് പറയുമ്പോൾ പൈ ഇൻ്റഗ്രൽ 0 to pi എഫ് ഓഫ് എക്സ് ഡി എക്സ്, അതായത് സൈൻ എക്സ് ഡി എക്സ്. ഓക്കെ, അതായത് 1/pi ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് അല്ലേ? മൈനസ് കോസ് എക്സ് ഫ്രം 0 to pi. ഞാൻ ഈ മൈനസിനെ എന്നിടത്ത് വെളിയിലിടാണേ. അപ്പോൾ ആൻസർ എന്ത് വരും? -1/pi cos x 0 to pi. ഓക്കെ, അപ്പം -1/pi cos pi മൈനസ് കോസ് 0. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കണമല്ലോ. അപ്പം അടുത്തത് -1/pi കോസ് പൈ എന്ന് പറയുന്നത് -1 ആണ്. മൈനസ് കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ആൻസർ എന്ത് വരും എന്നറിയാമോ? -1/pi -1 -2. സോ ആൻസർ 2/pi. ഏതൊരു ഫംഗ്ഷൻ്റെയും ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത് തന്നെയാണ്. തന്നിരിക്കുന്ന ഇൻ്റർവെലിൻ്റെ ഡിഫറൻസിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക ആദ്യം. 1/b മൈനസ് എ ഇൻ്റഗ്രൽ 0 to തന്നിരിക്കുന്ന ഇൻ്റർവെൽ ഫംഗ്ഷൻ ചെയ്ത് എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്താൽ മതി. ഇതാണ് നമ്മൾ ചെയ്യേണ്ട പ്രോഗ്രാം. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു ഫോർമാറ്റ്. ഇതിൻ്റെ ആൻസർ 2/pi ആണ് വരുന്നത്. നമുക്ക് നോക്കാം അതിനകത്ത് അത് ഉണ്ടോയെന്ന്. 2/pi ഉണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമല്ലോ. Question number 62. The modulus of complex number 2 plus I the whole square divided by 3 minus I the whole square is. ഏതെങ്കിലും നമ്പറിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? റൂട്ട് എടുക്കുക. ഓക്കെ, റൂട്ട് എടുത്തിട്ട് ഓരോ നമ്പറിനെയും സ്ക്വയർ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് ചെയ്ത് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ നമ്പർ 62. Modulus of 2 plus I the whole square the whole divided by 3 minus I the whole square. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം മോഡ് 2 plus I എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യം ഞാൻ ആ ഇക്വേഷൻ എഴുതരാം. മോഡ് A
പ്ലസ് ഐ ബിയുടെ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് മോഡ് ഓഫ് എ പ്ലസ് ഐ ബി ഹോൾ സ്ക്വയർ പറയുകയാണെങ്കിൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ ദ ഹോൾ സ്ക്വയർ, അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്താൽ മതി. ഇതാണ് നമുക്ക് ചെയ്യേണ്ട ഇക്വേഷൻ. ഓക്കെ, ഇനി നിങ്ങൾ ട്രൈ ചെയ്തോളൂ, ഞാനും ട്രൈ ചെയ്യാം ഇവിടെ. അപ്പം മോഡ് 2 പ്ലസ് ഐ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, 4 പ്ലസ് 1 റൂട്ട് 5. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് അതിൻ്റെ സ്ക്വയറും ഉണ്ട്. 1 സെക്കൻഡ്. therefore mod 2 plus I the whole square പറഞ്ഞാൽ റൂട്ട് 5ൻ്റെ സ്ക്വയർ. ഓക്കെ, അടുത്തത് മോഡ് ഓഫ് 3 മൈനസ് ഐ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ഫൈനൽ ആൻസറിൽ മാത്രമേ ഞാൻ ഡബിൾ അണ്ടർലൈൻ ചെയ്യുന്നുള്ളൂ. അപ്പം റൂട്ട് ഓഫ് 9 പ്ലസ് 1 റൂട്ട് 10. ഓക്കെ, അപ്പം നമ്മളോട് മോഡ് 3 മൈനസ് ഐ ദ ഹോൾ സ്ക്വയർ പറയാൻ പറഞ്ഞാൽ റൂട്ട് 10ൻ്റെ സ്ക്വയർ വിച്ച് ഇസ് 10. സെപ്പറേറ്റ് കണ്ടുപിടിക്കാനല്ല പറഞ്ഞേക്കുന്നത്, രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യാനല്ലേ പറഞ്ഞേക്കുന്നത്. ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 5/10 അല്ലെങ്കിൽ 1/2. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏതൊരു നമ്പറിൻ്റെ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്താൽ മതി. അതിൻ്റെയും ഹോൾ സ്ക്വയർ ചെയ്യാൻ പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ കണ്ടുപിടിക്കുന്നത്. നമുക്ക് കിട്ടിയ ആൻസർ 1/2 ആണ്. ആണ് ആൻസർ. Question number 63. The residue of 1/tan z at z is equal to 0 is. നിങ്ങൾക്ക് തന്നിരിക്കുന്ന റെക്കോർഡഡ് ക്ലാസ്സിൽ ഇതേ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതേ ഡിറ്റോ ക്വസ്റ്റ്യൻ അല്ല. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് തന്നിരിക്കുന്ന റെക്കോർഡഡ് ക്ലാസ്സിൽ മൊത്തം മാത്സ് എന്തൊക്കെയാണോ പറഞ്ഞേക്കുന്നത് അതൊക്കെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ അതിനകത്ത് പഠിച്ചിരിക്കുന്നത് 1/tan z പഠിച്ചിട്ടില്ല. പകരം ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഓരോ മറ്റേ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം സൈൻ z ബൈ കോസ് z അങ്ങനത്തെയൊക്കെ സാധനം പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിനെ എന്ത് ചെയ്താൽ മതി? 1/tan z നമ്മൾ പറയുന്ന ഫോർമാറ്റിലാക്കി നമുക്ക് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ വരുന്ന രീതിയിൽ, ഒരു ഫംഗ്ഷൻ വരുന്ന രീതിയിലാക്കി തീർക്കുക. അതിനുശേഷം ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം ഈ പറയുന്ന നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അറ്റ് z is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ ഇതിൻ്റെ ചെയ്ത് കാണിച്ചു തരാം. അപ്പം ദ റെസിഡ്യൂ ഓഫ് 1/tan z at z is equal to 0 is dash. Question number 63. Residue of 1/tan z at z is equal to 0. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, 1/tan z എങ്ങനെ എഴുതാം? tan z നമുക്ക് എങ്ങനെ എഴുതാം? sin z ബൈ cos z എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 1/tan z എങ്ങനെ എഴുതാം? cos z ബൈ sin z എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പം ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഓരോ ഫംഗ്ഷൻ വരുന്ന രീതിയിൽ ഇതിനെ ആക്കി മാറ്റുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുമ്പോൾ ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. എല്ലാ പ്രോസസ്സും ഇങ്ങനെ തന്നെയാണ് റെസിഡ്യൂ കണ്ടുപിടിക്കണം കേട്ടോ. ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. അപ്പം എന്ത് വരും? കോസ് z ബൈ സൈൻ zൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് z തന്നെയല്ലേ? കോസ് z. ഓക്കെ,
അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 0 പറഞ്ഞിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ കൊടുത്താലും 1 എന്ന ആൻസറാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏതൊരു ഫംഗ്ഷൻ തന്നാലും ഇപ്പം 1/tan z ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കൺവേർഷൻ നടത്തിയത്. ഇപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വേറെ ക്വസ്റ്റൻ ആണ് വരുന്നത് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് സൈൻ ഇസഡ് ബൈ കോസ് ഇസഡിന്റെ റെസിഡ്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇങ്ങനെ തന്നെയല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇല്ലല്ലോ, താഴെ മുകളിൽ നമുക്ക് ആളായല്ലോ. നമുക്ക് ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഇതെല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റൻ ആട്ടോ. ഇതല്ല, ഇതുപോലത്തെ റെസിഡ്യൂ കണ്ടുപിടിക്കുന്ന ചോദ്യം. അപ്പൊ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ എന്ത് വരും? സൈൻ ഇസഡ് ബൈ കോസ് ഇസഡിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ ഇസഡ് അല്ലേ. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് വരുമ്പോൾ ആൻസർ -1 വരും. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് റെസിഡ്യൂവിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് കിട്ടേണ്ട ആൻസർ 1 ആണ്. നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 63. ഓക്കെ, മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 64. ഫൈൻഡ് ദ ഗ്രേഡിയന്റ് ഓഫ് phi raised to n if phi is equal to log r. നമുക്ക് പല വാല്യൂസും തന്നിട്ടുണ്ട്, നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 64. ഗ്രേഡിയന്റ് ഓഫ് phi raised to n എന്ന് പറയുമ്പോൾ എങ്ങനെയാ ചെയ്യുക? n phi raised to n minus 1 del of phi. ഓക്കെ ആണല്ലോ. നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് ഡെൽ ഓഫ് ലോഗ് ആർ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം അതെങ്ങനെയാ ചെയ്യുക? ഇതിൻ്റെ 1/r ഇൻറ്റു ഡെൽ ആർ. ഡെൽ ആറിൻ്റെ വാല്യൂ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്, പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഡെൽ ആറിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് ഡെൽ ആർ എന്ന് പറയുന്നത് വെക്ടർ r ബൈ r ആണ്. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ del of log r is equal to 1/r into vector r by r. കിട്ടേണ്ട ആൻസർ r/r². ഓക്കെ, നോക്കാം അങ്ങനെ ഒരു ആൻസർ ഉണ്ടോന്ന്. വെക്ടർ r/r². ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 65. ഇഫ് mod a plus b is equal to mod a minus b, then the angle between the vectors vector a and vector b is നല്ല ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യനാണ്. എന്താണെന്ന് അറിയാമോ? രണ്ട് തന്നിട്ടുണ്ടല്ലോ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ആളുണ്ടല്ലോ. നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് അല്ലേ വേണ്ടത്. ഇപ്പം നിങ്ങൾക്കറിയാം a.b ab cos തീറ്റ ആണെന്നും a×b ab sin തീറ്റ ആണെന്നും. നമുക്ക് ഡോട്ട് വെച്ചുള്ള കാര്യം വെച്ച് മുന്നോട്ട് പോകാം. അതായത് രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. രണ്ട് സൈഡും സ്ക്വയർ ചെയ്തതിന് ശേഷം ഈക്വൽ ആയിട്ടുള്ള വരുന്ന രണ്ട് സൈഡുകളും വെട്ടിക്കളയുക. എന്നിട്ട് കിട്ടുന്ന ആൻസറിനെ കമ്പയർ ചെയ്താൽ മതി. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ നമ്പർ 65. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇഫ് a plus b is equal to a minus b. നമുക്ക് രണ്ട് ഭാഗവും സ്ക്വയർ ചെയ്താൽ സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. a plus b the whole square is equal to a minus b the whole square. അപ്പം a square plus 2a dot b plus b square is equal to a square minus 2a dot b plus b square എന്ന് വരും. ഓക്കെ ആണല്ലോ. നമുക്കിനി വെട്ടിക്കളയാം. എയും a സ്ക്വയറും b സ്ക്വയറും b സ്ക്വയറും വെട്ടിക്കഴിഞ്ഞാൽ 2a dot b is equal to minus 2a dot b. അപ്പോൾ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ എന്ത് വരും? 4a dot b is equal to 0. a dot bനെ എങ്ങനെ എഴുതാം? a dot b ആണ് 0. അതായത് a dot bനെ നമുക്ക് ab cos തീറ്റ എന്ന് എഴുതാം. ഓക്കെ,
എ ബി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0, കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0, തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരും? കോസിൻ്റെ ഏത് വാല്യൂ ആ 0 വരുന്നത്? 90 അല്ലേ? അപ്പം തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. 90 ഡിഗ്രി ഓർ π/2. നോക്കാമുണ്ടോ? നോക്കാം. ലൈക്ക് മനസ്സിലായല്ലോ. ഞാൻ ജസ്റ്റ് രണ്ട് സൈഡും സ്ക്വയർ ചെയ്തു, ഡോട്ട് വരുന്നത് കോസ് തീറ്റ വെച്ച് കമ്പയർ ചെയ്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ആൻസർ എനിക്ക് 90 ഡിഗ്രി ഓർ π/2 ആ വന്നേക്കുന്നത്. 90 ഡിഗ്രി ഉണ്ട്. ഓക്കെ, ആൻസർ ആയിട്ടുണ്ട്. ഇതും ഒരു സെറ്റ് ജാനുവരി 2026 ഒരു പ്രത്യേകത എന്നറിയാമോ? ആദ്യത്തെ ഹാഫ് മാത്രമേ ഭയങ്കര ടഫായിട്ടുള്ളൂ. സെക്കൻഡ് ഹാഫ് ആക്ച്വലി നമ്മൾ രക്ഷപ്പെടുത്താനുള്ള വകുപ്പൊക്കെ അതിനകത്ത് ഉണ്ട്. സിമ്പിളായിട്ട് കയറി, സിമ്പിളല്ല, ടഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സെക്കൻഡ് ഹാഫ് ലൈക്ക് ബെറ്ററാണ്. Question number 66. If Jn of x represents Bessel's function j half of π/2 is. ഇതിന് നിങ്ങൾ രണ്ട് ഫോർമാറ്റ് കാണാതെ പഠിക്കണം. ഓക്കെ, ഇപ്പം j half of x വരുവാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ √2/πx cos x-ഉം, ഇപ്പം -half വരുവാണെങ്കിൽ sin x ആണ്. ഞാൻ കാണിച്ചു തരാം ഇക്വേഷൻ. അപ്പം നമ്മളോട് പറഞ്ഞേക്കുന്നത് j half of π/2 കണ്ടുപിടിക്കാനാണ്. Question number 66. ബെസൽസ് ഫംഗ്ഷൻ്റെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട രണ്ട് ഫോർമാറ്റാണ്. j half of x എന്ന് പറയുന്നത് √2/πx sin x-ഉം, j half of -x ആണ്. j -half of x ആണ് പറയുന്നതെങ്കിൽ √2/πx cos x-ഉം ആണ്. ഇപ്പം നിങ്ങൾക്ക് മുകളിലത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് പഠിച്ചാൽ ഇതിൽ നിന്ന് വരുന്ന ഏതൊരു ക്വസ്റ്റ്യനും ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചേക്കുന്നത് j half of x അല്ലേ ചോദിച്ചേക്കുന്നത്? π/2 ചോദിച്ചേക്കുന്നത്. π/2 ചോദിച്ചേക്കുന്നത്. അപ്പം എങ്ങനെ എഴുതും? √2/π x എന്ന വാക്കിന് പകരം നിൽക്കുക ഒന്ന് എഴുതിക്കോട്ടെ. ഹിയർ x is equal to π/2. ഓക്കെ, അപ്പോൾ x എന്ന വാക്കിന് പകരം π/2 ഇട്ട് കൊടുത്താൽ π/2 sin π/2. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് വരും? 4/π² sin π/2 എന്താ? 1 അല്ലേ? അപ്പം √4/π² വരും. ആൻസർ 2/π എന്ന് വരും. ഓക്കെ, ഇപ്പം നിങ്ങളോട് j of -half ആണ് ചോദിച്ചിരുന്നെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അതായത് ഫോർ എക്സാമ്പിൾ j of -half x ആണ് ചോദിച്ചിരുന്നെങ്കിൽ, അല്ലെ π/2 അല്ലേ? π/2 ആണ് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? √2/πx എന്ന വാക്കിന് വരാൻ π/2 ഇട്ടു. കോസ് എന്ത് ചെയ്യണം? π/2 നോക്കിയാൽ മതി. കോസ് π/2 എന്താ? 0 അല്ലേ? അപ്പം ആൻസർ 0 എന്ന് വരും. ഓക്കെ ആണല്ലോ. ബെസൽ ഫംഗ്ഷൻ വെച്ച് ചെയ്യാനുള്ള ഈ രണ്ട് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇതേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഞാൻ ഇതുപോലെ കമ്പയർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനോടെ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ആൻസർ 2/π ആണ്. അത് ഉണ്ടോ നോക്കാം. ഉണ്ട്, 2/π ഉണ്ട്. ഓക്കെ, അടുത്തത് question number 67. The discharge of a charged capacitor along an inductor with finite resistance is identical to the dash harmonic oscillator. ഒരു ചാർജ്ഡ് കപ്പാസിറ്റർ വിത്ത് ഇൻഡക്ടർ. ചാർജ്ഡ് കപ്പാസിറ്റർ വിത്ത് ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതിനകത്ത് എനർജി ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഒരു നമ്മളിപ്പോൾ ഒരു സ്പ്രിങ്ങുമായിട്ടൊരു മാസ് അറ്റാച്ച്ഡ് ആണെങ്കിൽ അതിങ്ങനെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകത്തില്ലേ? അതുപോലെ തന്നെയാണ് ഒരു ചാർജ്ഡ് കപ്പാസിറ്റർ എലോങ് വിത്ത് ആൻ ഇൻഡക്ടർ എന്ന് പറയുന്നത്. അതിനകത്ത് എനർജി ലൈക്ക് ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഓക്കെ, ഇതിനകത്ത് ഇനി അവർ റെസിസ്റ്റർ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അലോങ് വിത്ത് ഫൈനൈറ്റ് റെസിസ്റ്റൻസ്, ഒരു റെസിസ്റ്റൻസ് കൂടെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? എനർജി ഹീറ്റായിട്ട് വേസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മളോട് പറയാണ്, അതായത് കപ്പാസിറ്റർ അലോങ് വിത്ത് ഇൻഡക്ടർ എന്താ ലൈക്ക് ഏത് ഹാർമോണിക് ഓസിലേറ്ററിനെ പോലെയാണെന്ന് ചോദിച്ചാൽ റെസിസ്റ്റൻസ് ഒന്നും അവർ ആഡ് ചെയ്തെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല എങ്കിൽ, ഇപ്പം ചാർജ് കപ്പാസിറ്റർ വിത്ത് ഇൻഡക്ടർ മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ എനർജി ഈസ് മൂവിങ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫോർത്ത് അല്ലെ, അങ്ങനെയാണെങ്കിൽ അതൊരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആണ്. ഓക്കെ, റെസിസ്റ്റൻസ് കൂടെ വരികയാണെങ്കിൽ അതിൻ്റെ ഓസിലേഷൻസ് എനർജി വേസ്റ്റേജ് കാരണം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഡാംഡ് ഓസിലേഷനായി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓർത്ത് വെച്ചോണം, റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ, ആൻഡ് ഇഫ് ദർ ഇസ് റെസിസ്റ്റൻസ് അത് ഡാംഡ് ഓസിലേഷനായിട്ട് മാറും. അപ്പം നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ഡിസ്ചാർജ് ഓഫ് എ ചാർജ്ഡ് കപ്പാസിറ്റർ അലോങ് ആൻ ഇൻഡക്ടർ വിത്ത് ഫൈനൈറ്റ് റെസിസ്റ്റൻസ് ഉണ്ട് ഇസ് ഐഡന്റിക്കൽ ടു ദ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, അതില്ലായിരുന്നെങ്കിൽ, ഫൈനൈറ്റ് റെസിസ്റ്റൻസ് ഇല്ലായിരുന്നെങ്കിൽ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, ഡാംഡ് ആണ് ആൻസർ. Now moving on to question number 68. The differential equation in terms of radial and angular coordinates of the motion of a particle of mass m in a central force field is. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഈ സാധനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ചെയ്തു നോക്കാം. ലൈക്ക് ചെയ്തു നോക്കാമൊന്നുമില്ല, ഈ ഇക്വേഷനാണ്. ഞാൻ നിങ്ങൾക്ക് ഇക്വേഷൻ പരിചയപ്പെടുത്തി തരാം. ക്വസ്റ്റ്യൻ നമ്പർ 68. ക്വസ്റ്റ്യൻ നമ്പർ 68 സെൻട്രൽ ഫോഴ്സ് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സെൻട്രൽ ഫോഴ്സ് ഫീൽഡിൻ്റെ ഒരു കാര്യം വരുമ്പോൾ തന്നെ മനസ്സിൽ കൊണ്ടുവരേണ്ട കാര്യം എന്താ പറയുമ്പോൾ, ഇതിനകത്ത് യു എന്നൊരു ടേം ഉണ്ട്. യു എന്ന് പറയുന്നത് 1/r ആണ്. ഇത് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ഇനി ആ ഇക്വേഷൻ പറഞ്ഞു തരട്ടെ. ഓർബിറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിക്കേണ്ട ഓർബിറ്റിൻ്റെ ഇക്വേഷനാണ് d²u/d theta square plus u is equal to minus m square l square by u. Minus m square by l square u ആണ്. m square by l square u square f of 1/u. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു ഡൗട്ട് വന്നത്. ഓക്കെ, ഇനി ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ. d²u/d theta square plus u is equal to minus m square by l square u square f of 1/r. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ സാധനം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? അതായത് d² theta square of u എന്ന വാക്കിന് പകരം 1/r plus 1/r is equal to minus m square by l square. നമുക്ക് u എന്ന വാക്കിന് വരെ 1/r സ്ക്വയർ അല്ലേ, r സ്ക്വയർ മുകളിൽ പോട്ടെ. f of 1/u എന്ന് പറയുമ്പോൾ f of r. നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ടോ നോക്കാം. ഇതാണ് ഇക്വേഷൻ. എം സ്ക്വയർ ഇല്ല കേട്ടോ, ഒരു മിനിറ്റ് ഒന്ന് മായിച്ചോട്ടെ. റൈറ്റ് സൈഡ് ചെറിയ ഡൗട്ടായിപ്പോയി, സോറി. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. d²u/d theta square d²u/u എന്ന വാക്കിന് പകരം 1/r പ്ലസ് u എന്ന വാക്കിന് പകരം അഗെയിൻ 1/r. നമ്മൾ മൈനസ് ഇട്ട ടേം ഇപ്പുറത്തോട്ട് എടുക്കുകയാണ്. അപ്പം mr²/l² fr is equal to 0. ഓക്കെ, question number 69. If a and b represent the operators of two dynamic variables and they commute, then the value of Poisson bracket a and b is. Question number 69 ചെയ്ത് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ നമ്പർ 69 നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂട്ടേറ്റേഴ്സ് ഉണ്ട്, എയും ബിയും. അവർ നമുക്ക് ഇവരെ പോയിസൺ ബ്രാക്കറ്റായിട്ട് കണക്ട് ചെയ്യുന്ന പറഞ്ഞുതരാം. IH പോയിസൺ ബ്രാക്കറ്റ് എ കോമ ബി പറഞ്ഞിട്ടുണ്ട്. ഗിവൺ ദേ കമ്മ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
അവർ കമ്മ്യൂട്ട് ചെയ്യാണ് എന്ന് പറയുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? കമ്മ്യൂട്ടഡ് പെയർ എ കോമ ബി 0 ആണ്. 0 ഈസ് ഈക്വൽ ടു ഐ എച്ച് ബാർ എ കോമ ബി. അങ്ങനെയാണെങ്കിൽ പോയിസൺ ബ്രാക്കറ്റ് എ കോമ ബി എന്തായിരിക്കും? 0 ആയിരിക്കും. എനിക്ക് ആൻസർ ഉണ്ടോ എന്ന് നോക്കിയാലോ? ക്വസ്റ്റ്യൻ നമ്പർ 69 ഉണ്ട്, ആൻസർ ഉണ്ട്. അപ്പം ഇഫ് ടു ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട്, അങ്ങനെയാണെങ്കിൽ പോയിസൺ ബ്രാക്കറ്റിൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.